ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, പ്രഗ്നൻസിയിൽ ഇതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്, ഓരോ ട്രൈമസ്റ്ററിലും തൈറോയ്ഡ് ലെവൽ എത്രയായിരിക്കണം, അതുപോലെ തന്നെ തൈറോയ്ഡ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തൈറോയ്ഡ് ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിലും തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ബോഡിയിലെ മിക്ക പ്രവർത്തനങ്ങൾക്കും അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. തൈറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിലെ ഫ്രണ്ടിൽ കാണുന്ന ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് നല്ലപോലെ പ്രവർത്തിക്കാതെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ ബോഡിയിൽ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇതിൽ T3 T4 ലെവൽ കുറവും TSH ലെവൽ കൂടുതലും ആയിരിക്കും. ഇനി തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ബോഡിയിൽ കൂടുന്നതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിൽ T3 T4 ലെവൽ കൂടുതലും TSH ലെവൽ കുറവുമായിരിക്കും. പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. കാരണം ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ് തൈറോയ്ഡ് ഹോർമോൺ. ഗർഭസ്ഥ ശിശുവിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് 3 മാസത്തിന് ശേഷമാണ് ചെറിയ രീതിയിൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. 5-6 മാസത്തിന് ശേഷമാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുവരെ ഗർഭിണിയായ അമ്മയിൽ നിന്ന് വേണം കുഞ്ഞിനിത് കിട്ടാനായിട്ട്. പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് ഹോർമോണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അബോർഷൻ, ബേബിക്ക് ബുദ്ധിമാന്ദ്യം വരാനുള്ള സാധ്യത, കുഞ്ഞിന് വെയിറ്റ് കുറയാനുള്ള സാധ്യത, IQ ലെവൽ കുറയാനുള്ള സാധ്യത, അമ്മയ്ക്ക് BP കൂടി പ്രീക്ലാംസിയ വരാനുള്ള സാധ്യത, മാസം തികയാതെയുള്ള പ്രസവത്തിനൊക്കെ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ചിലർക്ക് ഡിലേ ആകാറുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തൈറോയ്ഡ് ഉള്ളവരാണെങ്കിൽ തൈറോയ്ഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് അവരോട് പ്രഗ്നൻ്റ് ആവാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അതിന് മുൻപായിട്ട് ഈ ഒരു തൈറോയ്ഡ് ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇനി ബോഡിയിൽ തൈറോയ്ഡ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷീണം, മുടി കൊഴിച്ചൽ, അലസത, വിഷാദം, മലബന്ധം, ശരീരം തടിക്കുക, വ്യായാമം ചെയ്താലും ശരീരഭാരം കുറയാതിരിക്കുക, ഇറഗുലർ പീരീഡ്സ്, ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാവുക, സന്ധിവേദന, പേശിവേദന, ഇവയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ. ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരം മെലിഞ്ഞു പോവുക, എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരം തടി വെക്കാത്തുള്ള ഒരവസ്ഥ, കിതപ്പ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കണ്ണ് പുറത്തേക്ക് തള്ളിയ പോലെ ആവുക, ബ്ലീഡിങ് കുറവായിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും പേഷ്യൻസ് എപ്പോഴും. ഇനി ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ ചിലർക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ സബ് ക്ലിനിക്കൽ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ T3 T4 നോർമൽ ആയിരിക്കും, TSH കൂടുകയും കുറയുകയുമാണ് ചെയ്യാറ്. തൈറോയ്ഡ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇതിൽ 3 തരം ഹോർമോണാണ് ടെസ്റ്റ് ചെയ്യുന്നത്: T3 T4 TSH. ഇതിൽ T3 T4 തൈറോയ്ഡ് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് TSH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിങ്ങിൽ ചെയ്യണമെന്നില്ല. കറക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങളൊരു 11 മണിയുടെയൊക്കെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തൈറോയ്ഡിന് മെഡിസിൻ കഴിക്കുന്നവർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ മെഡിസിൻ കഴിച്ച് 4-5 മണിക്കൂറിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവേണ്ടത്. നെക്സ്റ്റ് തൈറോയിഡിൻ്റെ നോർമൽ റേഞ്ച് നോക്കാം. പ്രഗ്നൻ്റ് ആയവർക്കും അല്ലാത്തവർക്കും തൈറോയിഡിൻ്റെ കേസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. പ്രഗ്നൻ്റ് അല്ലാത്തവർക്ക് തൈറോയിഡിൻ്റെ അളവ് 0.325 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരേണ്ടത്. ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ TSH ലെവൽ 2.5-ന് താഴെയും സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ 3-ൻ്റെ ഉള്ളിലുമായാണ് വരേണ്ടത്. പ്രഗ്നൻസി തൈറോയിഡ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഓരോ ടൈമിലും കഴിക്കേണ്ട മെഡിസിൻസ് തരുന്നതാണ്. തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്നവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉടനെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. മെഡിസിൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കാണുക. ഡോക്ടർ അതിൻ്റെ ഡോസ് നോക്കിയിട്ട് ബാക്കി ഡിസൈഡ് ചെയ്യും. ഈ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും കുഞ്ഞിന് ദോഷം ചെയ്യില്ല, മറിച്ച് കഴിക്കാതിരിക്കുന്നതാണ് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുപോലെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ TSH ലെവൽ നോർമൽ ആയാൽ നിങ്ങൾ സ്വയം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്ത ശേഷം മാത്രം ചെയ്യുക. ഇനി തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഡോക്ടേഴ്സ് തന്നിട്ടുള്ള മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക,
പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക. നടത്തം ഒരു നല്ല എക്സസൈസാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാനും തൈറോയ്ഡ് വാല്യൂ നോർമൽ ആക്കാനും വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B12 തുടങ്ങിയ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുക. അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർ കോളിഫ്ലവർ, ബ്രോക്കോളി, ക്യാബേജ്, കപ്പ, കേക്ക്, സ്വീറ്റ് പൊട്ടാറ്റോ, ബിസ്ക്കറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. തൈറോയ്ഡ് ലെവൽ കൂടുതലുള്ളവർ ഭയങ്കര ടെൻഷനായിരിക്കും, കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊക്കെ. മെഡിസിൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തൈറോയ്ഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.